അനു കഴിഞ്ഞ ദിവസം കണ്ടു നമ്മുടെ രേണു ചേച്ചിന്റെ അടുത്ത് പോയത് കണ്ടു. എന്താ പിന്നെ ആളുടെ എങ്ങനെയുണ്ട്? പുള്ളിക്കാരിക്ക് എന്താ പറയണ്ട, ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം ഞാൻ ഇപ്പഴാ പുള്ളിക്കാരി കാണുന്നത്. അപ്പൊ പുള്ളിക്കാരി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ബിഗ് ബോസിൽ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു നേരിൽ കാണണമെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ എല്ലാവരും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഓൾറെഡി നിങ്ങൾ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, പോയി. അതിന് മുന്നേ പുള്ളിക്കാരി ഇങ്ങോട്ട് വിളിച്ചു, എന്നെ, ആദില, നൂറയൊക്കെ. അപ്പൊ വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു സമയം നോക്കി വരാന്ന്. അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു. ഹെൽത്ത് ഒക്കെ ഇച്ചിരി മോശമാണ്, പിന്നെ ഓക്കെ ആയി റിക്കവറായി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക. വരും, ഉറപ്പായിട്ടും വരും. സെക്കൻഡ് കീമോ കഴിഞ്ഞു. പിന്നെ ഇപ്പൊ കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് നെഗറ്റീവ് ഇതൊക്കെ കാണുന്നുണ്ട്, പുള്ളിക്കാരിക്ക് അതൊക്കെ കാണുന്നതുകൊണ്ട് അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഇതിലാണ് പുള്ളിക്കാരി ഓരോ വീഡിയോ, ഞങ്ങൾ പറഞ്ഞു അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഇൻസ്റ്റാഗ്രാം തുറക്കാനേ പോട്ടെ, ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കുക. ഡോക്ടേഴ്സ് ഒക്കെ വഴക്ക് പറയുന്നുണ്ട് പുള്ളിക്കാരി ഇതുപോലെ ഫോൺ യൂസ് ചെയ്യുന്നതിനെ പറ്റി, പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുന്നതും പിന്നെ പ്രതികരിക്കുന്നതൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് നിർത്തി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ അനു പറഞ്ഞായിരുന്നോ? എന്നോട് പറഞ്ഞു, പക്ഷേ പുള്ളിക്കാരി ഫുഡൊന്നും കഴിക്കുന്നില്ല. ഫുഡ് വെയിറ്റ് ഇപ്പൊ 34 ഉള്ളൂ. അപ്പൊ ഒരാള് ഇപ്പൊ ഇത്രയും മരുന്ന് ഉള്ളിലോട്ട് പോകുമ്പോ ഒന്നെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിരിക്കണം, വെയിറ്റെങ്കിലും വേണം. ഒട്ടും ഹെൽത്തി അല്ല പുള്ളിക്കാരി. കഴിക്കുന്ന ഫുഡെല്ലാം ഒമിറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഹെൽത്തി ആയിട്ട് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, പഴയതുപോലെ വേണം, പഴയതുപോലെ ഇറങ്ങണ്ടേ, അഭിനയിക്കണ്ടേ, ആകർഷം ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കേൾക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പഴയതുപോലെ വരട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കുന്നത്.